ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ. അപ്പോൾ അതിൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റി അത് റദ്ദാക്കിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് ഇനി ഇൻഡസ് വാലിയിൽ നിന്നും വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനം. അതിൻ്റെ പോഷക നദികളിൽ ഡാം പണിയുകയും അതുപോലെ ഇൻഡസ് വാലിയിൽ നിന്നും വെള്ളം പാകിസ്ഥാന് കൊടുക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്ത് വളരെ ഉറച്ച തീരുമാനമെടുത്ത് നമ്മളുടെ റിറ്റാലിയേഷൻ എന്നുള്ള നിലയിലാണ് നമ്മൾ പഹൽഗാം ആക്രമണത്തിന് മറുപടിയായിട്ട് പെർമനന്റ് തടസ്സം ഒരു പെർമനന്റ് റിറ്റാലിയേഷൻ. എന്തുകൊണ്ടാണ് പെർമനന്റ് റിറ്റാലിയേഷൻ എന്ന് പറയുന്നത്? താൽക്കാലികം എന്ന് പറഞ്ഞാൽ ഒരു ആക്രമണം നമ്മൾ തിരിച്ച് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് കഴിയുന്നതോടുകൂടി തീർന്ന് പിന്നെ അത് പെട്ടെന്ന് റിക്കവർ ആവും. പക്ഷേ ഇവിടെ ഇന്ത്യ എടുത്ത വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഇൻഡസ് വാട്ടർ തടയുക എന്നുള്ളതാണ്. അത് തടഞ്ഞു കഴിഞ്ഞാൽ എക്കാലത്തേക്കും പാകിസ്ഥാന്റെ മേളിൽ ഇന്ത്യ ഇടുന്ന ഒരു സമ്മർദ്ദം, ഒരു പ്രഷർ, അതാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്നും ഇന്ത്യ പിൻവലിഞ്ഞതും അതിനെ തുടർന്ന് പാകിസ്ഥാനിന് വെള്ളം കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമെടുത്തതും. അപ്പോൾ ഇത് ശരിക്കും പാകിസ്ഥാനെ ഏത് തരത്തിലാണ് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. അവർ പലപ്പോഴായിട്ട് അവരുടെ പാർലമെന്റിന്റെ ഉള്ളിൽ വരെ എന്തുകൊണ്ട് ഇന്ത്യയുമായിട്ട് നമ്മൾ ഈ തർക്കം ഇങ്ങനെ തുടരുന്നത്, അതായത് മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പം നിങ്ങൾ നോക്കൂ, അമേരിക്കയും റഷ്യയും രണ്ട് ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അമേരിക്ക പൂർണ്ണമായിട്ടും ക്യാപിറ്റലിസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു രാജ്യം. അവരുടെ ഉള്ളിൽ ലെഫ്റ്റിസ്റ്റ് ആശയം കൊണ്ടു നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരുടെ രാജ്യത്തിന്റെ ബേസിക് എന്ന് പറയുന്നത് ക്യാപിറ്റലിസമാണ്. അതിപ്പോൾ ഡെമോക്രാറ്റുകൾ ഭരണത്തിൽ വന്നാലും ഈ ക്യാപിറ്റലിസത്തിൽ വലിയ മാറ്റമൊന്നും വരില്ല. ടോപ്പ് ലെവലിലുള്ള കുറച്ച് ആശയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഡെമോക്രാറ്റുകൾ അമേരിക്കയുടെ ഉള്ളിൽ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫ്രീഡം കിട്ടി, എല്ലാവരുടെയും ഒരു ഇൻക്ലൂസീവ്നെസ്, ടോട്ടാലിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുറേ ഗേറ്റുകൾ ഓപ്പൺ ചെയ്യും. അങ്ങനെ ഗേറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അതിലൂടെ തീവ്രവാദികളും കടന്നു കയറിപ്പോയി നാഷണാലിറ്റി വാങ്ങിച്ച് അമേരിക്കയുടെ ഉള്ളിൽ തമ്പടിച്ച് താമസിക്കും. അങ്ങനെ പിന്നീട് അമേരിക്കയുടെ ഉള്ളിൽ ഇവർ തന്നെ തീവ്രവാദങ്ങളൊക്കെ നടപ്പിലാക്കും. അപ്പോൾ അതിനുള്ള ഒരു ലൂപ്പ് ഹോൾ, ശരിക്കും ഒരു ഗേറ്റ് വേ ഡെമോക്രാറ്റിക് പാർട്ടി വന്നു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കൊടുക്കും. അത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ഇതേ ഇറാന് വേണ്ടിയിട്ട് ബില്യൺ കണക്കിൽ പൈസ കൊടുത്തത് ഒബാമയാണ്. അന്ന് JCPOA എഗ്രിമെന്റ് 2016 ബറാക്ക് ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാൻ സൈൻ ചെയ്തപ്പോൾ ഇറാന് കുറെ ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അമേരിക്ക. ആ ഫണ്ട് മൊത്തം പോയത് അവിടുത്തെ ജനങ്ങൾക്കല്ല, ഇറാനിലെ ജനങ്ങൾക്കല്ല. ആ ഫണ്ട് മൊത്തം പോയത് ഇതേപോലെ ഹെസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂത്തികൾക്കും ഇതേപോലെയുള്ള പ്രോക്സികൾക്കാണ്. ഇറാഖിന്റെ ഉള്ളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആ ഫണ്ട് വിനിയോഗിക്കപ്പെട്ടത്. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തിന് ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളിലും ഇൻഡയറക്റ്റ് റോൾ ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് റോൾ ഉണ്ടാവും. ഇതൊരു യാഥാർത്ഥ്യമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി വരുമ്പോഴത്തേക്കും ഈ മാതൃകയിലുള്ള ഈ ടോട്ടാലിറ്റേറിയൻ ഇതിനെല്ലാം എതിരാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി. അതിപ്പോൾ ട്രംപ് നയിക്കുന്ന പാർട്ടി അതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ട്രംപിനെ നയിക്കുന്ന പാർട്ടി അതാണ്. അതുകൊണ്ടാണ് ഈ BLM, ബ്ലാക്ക് ലൈഫ് മാറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഘടനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് എതിരാണ്. അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഇപ്പോൾ രണ്ട് പാർട്ടിക്കുമുള്ള ഒരു ആശയപരമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ ഉണ്ടാകുന്ന ചില ഇമ്പാക്റ്റാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധമാണ്. റഷ്യയും അമേരിക്കയും തമ്മിൽ എതിരെതിർ ചേരികളിൽ നിൽക്കുന്ന രാജ്യമാണ്. ജിയോ പൊളിറ്റിക്കലി റഷ്യ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ രാജ്യങ്ങളെ അവരുടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ അമേരിക്കയും കുറേ രാജ്യങ്ങളെ അവരുടെ സൈഡിലും നിലനിർത്തിയിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കുറേ രാജ്യങ്ങൾ മിഡിൽ പൊസിഷൻ എടുത്തുകൊണ്ട് അമേരിക്കയും വേണം റഷ്യയും വേണം എന്നുള്ള നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ്ഡ് ഡിപ്ലോമസി കൊണ്ടുപോകുന്ന രാജ്യങ്ങളുമുണ്ട്. പക്ഷെ എന്നാലും അമേരിക്കയും റഷ്യയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, കച്ചവടമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിനസ് ഉണ്ട്, നല്ല രീതിയിലുള്ള കമോഡിറ്റി ഉണ്ട്, അവർ തമ്മിൽ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പും കൂടി ഉണ്ട്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇല്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും 1947 സെപ്പറേറ്റ് ആയ ആ ഒരു രീതി, 1947 സെപ്പറേറ്റ് ആയപ്പോൾ ഉണ്ടായ ആ ഒരു ക്ലാഷ്, മതപരമായ ഫണ്ടമെന്റലിസ്റ്റ് ആശയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറഞ്ഞുള്ള രാജ്യം ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയ ആ ഒരു മൊമെന്റിൽ ഉണ്ടായതാണ് ഈ ഒരു ഡിഫറൻസ്. ഈ വ്യത്യാസം ഉടനീളം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ലൈഫ് സേവിങ്സ് മെഡിസിൻസ് വരെ ഇന്ത്യ പാകിസ്ഥാന് കണക്ക് നോക്കാതെ സപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധം പോലും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിള്ളൽ വീണിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ നമുക്ക് മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പം നിലവിൽ നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെയും പാകിസ്ഥാനുടെയും യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞുള്ള ക്ലെയിം ആരാണ് ഉന്നയിക്കുന്നത്? ട്രംപ്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം അവസാനിച്ചു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും യുദ്ധം അവസാനിച്ചോ? അങ്ങനെ ഒരു അവസാനിപ്പിക്കൽ ട്രംപിനെ കൊണ്ട് സാധിക്കുമോ?
24/7 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാനാണ് അവസാനിപ്പിച്ചത് എന്നുള്ള വാദമുയർത്തുക. ആ ഒറ്റൊരു ലെവറേജ് പോയിന്റ് ഏറ്റെടുത്തുകൊണ്ടാണ് പാകിസ്ഥാനെ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് ഇപ്പം വരച്ച വരയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇറാന്റെ ചൊൽപ്പടിക്കും തുള്ളണം, അമേരിക്കയുടെ ചൊൽപ്പടിക്കും തുള്ളണം. ഇതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ, ദയനീയ അവസ്ഥയാണ്. പക്ഷേ ആ രാജ്യത്തിന്റെ ഇന്റർണൽ സ്ട്രക്ചർ മൊത്തത്തിൽ തകർന്ന് താറുമാറായി കിടക്കാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഭയങ്കരമായിട്ട് മീഡിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഇറാന്റെയും അമേരിക്കയുടെയും ഇടയിൽ വന്ന് വീണത്, ഇല്ലെങ്കിൽ ട്രംപ് വലിച്ചിട്ടത്. ഇപ്പൊ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ ട്രംപ് 10 ലക്ഷം ഡ്രോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പാസ്സാക്കിയിരിക്കുകയാണ്. 10 ലക്ഷം ഡ്രോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പാസ്സാക്കിയിരിക്കുകയാണ്. എന്തിനാണ് 10 ലക്ഷം ഡ്രോൺ? അതായത് ഇത്ര എഫക്റ്റീവായിട്ട് മോഡേൺ വാർഫെയർ ടെക്നോളജിയിൽ ഡ്രോണിന്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഡ്രോൺ ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്ക ഇമീഡിയറ്റ് ആയിട്ട് 10 ലക്ഷം ഡ്രോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പം ഇറാൻ ഭയക്കണം എന്ന് വെച്ചാൽ ഇറാൻ ഭയക്കണം, തീർച്ചയായിട്ടും ഭയക്കണം. കാരണം ഈ ഡ്രോൺ വാങ്ങിക്കുന്നത് ഇമീഡിയറ്റ് ആയിട്ട് വാങ്ങിക്കുന്നതിന് കാരണം ഡ്രോൺ മാനുഫാക്ചറിങ് ചെയ്യാം, അതിന് കുറച്ച് ടൈം എടുക്കും. അതേസമയം കുറച്ച് ടൈം എടുത്ത് പർച്ചേസ് ചെയ്യാം, അതും മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇമീഡിയറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു യുദ്ധം ഓൺ ഗോയിങ്ങിൽ ഇരിക്കുകയാണ്. ആ മൊമെന്റിലാണ് ഈ പർച്ചേസുകളൊക്കെ നടത്തുന്നത്. അത് കൃത്യമായിട്ട് ഇറാനെ എയിം ചെയ്തുകൊണ്ട് തന്നെയാണ് ഡ്രോൺ പർച്ചേസ് നടത്തുന്നത് എന്നുള്ളൊരു വാർത്തയും കൂടിയുണ്ട്. അതായത് സമാധാനം എത്ര ശ്രമിച്ചാലും ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. ഇനി ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമാബാദിലെ ടോക്ക് അമേരിക്കയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു നെഗോസിയേഷനും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമാബാദ് വരെ വന്നിട്ട് അമേരിക്കൻ പ്രതിനിധികളെ കാണാണ്ട് അമേരിക്കൻ പ്രതിനിധികൾ ഏതാണ്ട് 30 മിനിറ്റ്സിൽ ഇസ്ലാമാബാദിൽ റീച്ച് ആകും എന്നുള്ളത് അറിഞ്ഞിട്ടും 30 മിനിറ്റ്സ് മുൻകൂട്ടി തന്നെ ഇറാൻ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഇത് ശരിക്കും അപമാനിച്ചത് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ ഇതിനെ തുടർന്ന് ട്രംപിന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് അമേരിക്കൻ എൻവോയ്സിനെ അയക്കുന്നു എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കേണ്ടി വന്നു. അമേരിക്കൻ എൻവോയ്സിനെ തിരികെ വിളിക്കുകയാണ് ചെയ്തത്. വേറെ മാർഗ്ഗമില്ല, കാരണം ഇവിടെ ഇറാൻ ഇല്ലല്ലോ. ഇറാൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അപ്പൊ എന്നിട്ട് ചർച്ച ഞാൻ സസ്പെൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ ക്രെഡിറ്റ് എടുക്കുകയാണ് ചെയ്തത്. അത് ലോകത്തെല്ലാവർക്കും മനസ്സിലാവും. ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇറാനും പാകിസ്ഥാനും അമേരിക്കയും ചേർന്ന് നടത്തുന്ന മീഡിയേഷൻ നാടകങ്ങൾ. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട്. അബ്ബാസ് അരക്ചി പാകിസ്ഥാനിൽ നിന്ന് നേരെ ഒമാനിലേക്കാണ് വന്ന് ഇറങ്ങിയത്. ഒമാന്റെ സുൽത്താനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതായത് ഏറ്റവും കൂടുതൽ അവിടെ പ്രഷർ ചെയ്തത് 3 വിഷയങ്ങളാണ്. 3 വിഷയങ്ങളിൽ ഒന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലുള്ള ബ്ലോക്കേഡ് എടുത്ത് മാറ്റുക, 2 ഇറാന്റെ കപ്പലുകൾ 2 പിടിച്ചു വെച്ചിട്ടുണ്ട്, ആ പിടിച്ചു വെച്ചിരിക്കുന്ന 2 കപ്പലുകളും റിലീസ് ചെയ്യുക, 3 ഞങ്ങളുടെ മേലിലുള്ള ഉപരോധങ്ങൾ എടുത്ത് നീക്കുക. ഇതാണ് 3 സിമ്പിൾ കണ്ടീഷനാണ് അബ്ബാസ് അരക്ചി പറഞ്ഞിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാന്റെ അടുത്തും ഇത് തന്നെയാണ് ആവർത്തിച്ച് ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പാകിസ്ഥാനെ കൊണ്ട് ഇത് വളരെ വ്യക്തമായിട്ട് അമേരിക്കയെ പറഞ്ഞ് ധരിപ്പിക്കാനും ഈ വിഷയം ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പരാജയമായിട്ട് മാറുകയാണ്. അതായത് വീണ്ടും ചർച്ച പാകിസ്ഥാനിൽ നിന്നും ഒമാനിലേക്ക് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ ഒരു ക്ലിയർ കട്ട് സ്വിഫ്റ്റ് നടക്കുന്നുണ്ട്. പാകിസ്ഥാനിന് ചെയ്യാൻ കഴിയാത്ത കാര്യം ഒമാനിന് ചെയ്യാൻ കഴിവുണ്ടോ എന്നുള്ളതാണ് ഇപ്പൊ ഇറാൻ നോക്കി നിൽക്കുന്നത്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ഒമാനിലേക്ക് കൺവേ ചെയ്തിട്ടുണ്ട്. ഒമാൻ ഈ വിഷയം മുന്നോട്ട് എടുത്തുകൊണ്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. അതായത് പാകിസ്ഥാനിൽ നിന്ന് മീഡിയേഷൻ ഒമാനിലേക്ക് വരികയാണ്. അതാണ് ഈ ഒരു സൂചന. ഒരു പക്ഷേ ട്രംപ് വീണ്ടും ചർച്ച ഇസ്ലാമാബാദിൽ വെച്ച് മതി എന്ന് പറഞ്ഞേക്കാം, അതൊക്കെ പിന്നീട്. പക്ഷെ ഇവിടെ ഒമാൻ ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പരാജയം. ഇവിടെ ഒമാൻ ഇടപെടൽ നടത്തി തുടങ്ങിയിട്ടുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കാം എന്നുള്ള നിലപാടെടുത്തതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. എത്രമാത്രം ഇത് വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. കാരണം UK സ്റ്റാർമർക്ക് നല്ല പ്രഷർ ഉണ്ട്. ഫ്രീ പാലസ്തീൻ അതേപോലെ തന്നെ ഇറാൻ അനുകൂലികളായിട്ടുള്ള ആൾക്കാരുടെ പ്രഷർ കീർ സ്റ്റാർമറിന്റെ മേലിലുണ്ട്. കാരണം UK എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാകിസ്ഥാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒന്നും തന്നെ ഉറപ്പിച്ച് പറയാറായിട്ടില്ല. പിന്നെ UKയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ UAE വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ UAEക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് UKയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ ഈ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചത്. ഇതിൽ UAEയുടെ ഇൻഫ്ലുവൻസ് വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിലവിൽ കീർ സ്റ്റാർമറിന്റെ നിലപാട് ഇതാണ്. ഇറാന്റെ IRGCക്കെതിരെ സാങ്ഷൻസ് ഏർപ്പാടാക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ റെസൊല്യൂഷൻ കൊണ്ടുവരുമെന്നുള്ള ഒരു വാഗ്ദാനവും കൂടി കീർ സ്റ്റാർമർ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ഞായറാഴ്ചയുമായിട്ട് ഓൾ ഓവർ ദി വേൾഡ് ഇറാനിയൻസ്, പേർഷ്യൻസ്, അവര് ഈ റൈസ പാലവിയെ അനുകൂലിക്കുന്ന അനുയായികൾ അവരെല്ലാം കൂടി തെരുവിലിറങ്ങിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും എണ്ണിപ്പറക്കാവുന്ന നമ്പറിലുള്ള ആൾക്കാരേ ഉള്ളൂ. സിഡ്നി, UK, കാനഡ, USA ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ, യൂറോപ്പിൽ ചില സ്പെസിഫിക് രാജ്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ റൈസ പാലവിയെ അനുകൂലിച്ചുകൊണ്ട്
തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട്. സോളിഡാരിറ്റി ഫോർ റേസ പല്ലവി. റേസ പല്ലവിക്ക് നേരെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ആരോ ഓറഞ്ച് കളറിലുള്ള പെയിന്റ് അയാളുടെ ജാക്കറ്റിന് മേളിൽ തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇറാന്റെ IRGC അനുകൂലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ചെയ്തത്. ഇറാനിലെ IRGC ഭരണകൂടത്തിനെതിരെ റേസ പല്ലവി നിരന്തരം നടത്തുന്ന പ്രസ്താവനകൾക്കെതിരെ പ്രതികരിച്ചതാണ് ഈ വ്യക്തി. ആ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓറഞ്ച് കളർ പെയിന്റ് എടുത്ത് അയാളുടെ ജാക്കറ്റിൽ എറിഞ്ഞത്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 ഇമ്പോർട്ടൻറ്റ് വാർത്തകൾ പറയാനുണ്ട്. അതായത് ഒന്ന്, കസക്കിസ്ഥാനിൽ നിന്നും ഇന്ത്യ $4 ബില്യൺ വർത്ത് വരുന്ന യുറേനിയം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. കസക്കിസ്ഥാൻ ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും തമ്മിൽ ഗവൺമെന്റ് ടു ഗവൺമെന്റ് G2G എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും UAE ഭരണാധികാരി ഷെയ്ഖ് അൽ നഹിയാനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അതായത് 1.5 ആഴ്ചയ്ക്ക് മുമ്പ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയെ തുടർന്ന് അത് ലീഡ് ചെയ്ത് എത്തിയതാണ് ഈ ഒരു കൂടിക്കാഴ്ച. അതായത് റീജിയണൽ സെക്യൂരിറ്റി, ഇന്ത്യയും UAEയും തമ്മിൽ നടക്കുന്ന ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് റീജിയണൽ സെക്യൂരിറ്റി, പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവിടെ ചർച്ചയായിട്ടുണ്ട്. പൊതുവിൽ ഇന്ത്യയുടെ നേവിയെ എക്സ്ക്ലൂസീവായിട്ട് അയച്ചു കൊടുത്ത് UAEയിൽ നിന്നുള്ള ഷിപ്മെന്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പം നിലവിൽ നടത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം, ഇനിയൊരു യുദ്ധം തുടങ്ങിയാലും വ്യാപാരം അത് തടസ്സമില്ലാതെ തുടരണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ വിളിച്ചു കൂട്ടിയ 40 രാജ്യങ്ങളുടെ മീറ്റിംഗിൽ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഈ ഏരിയയിൽ താല്പര്യമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ UAE ട്രേഡ് നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വളരെ നിർണായകമായിട്ട് ഈ ഏരിയയിലുള്ള ട്രേഡ് ഏത് സാഹചര്യത്തിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് 2 രാജ്യങ്ങളും കൂടിച്ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ UAE സന്ദർശിച്ചിരിക്കുന്നത്. നിലവിൽ അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഏർപ്പെടുത്തിയ ബ്ലോക്കേഡിൽ ഇതുവരെ 7 സാങ്ഷൻഡ് ഷിപ്മെന്റുകൾ തടഞ്ഞിട്ടുണ്ട്. അത് ഇറാനിൽ നിന്നും എണ്ണ എടുത്തുകൊണ്ട് വന്ന 7 സാങ്ഷൻ ടാങ്കർ ഫ്ലീറ്റുകൾ, അമേരിക്ക നിരോധന പട്ടികയിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 7 ടാങ്കർ ഫ്ലീറ്റുകളെ അമേരിക്കയ്ക്ക് തടയാൻ സാധിച്ചിട്ടുണ്ട്. ഇത് അമേരിക്ക തന്നെയാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. US-ന്റെ പെന്റഗൺ ഡയറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പോഴും ഈ ഷാഡോ ഫ്ലീറ്റുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ ബ്ലാക്ക് മാർക്കറ്റിൽ എണ്ണ കച്ചവടം നടത്തുന്ന ഫ്ലീറ്റുകൾ ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. നിലവിൽ അത് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇന്റർനാഷണൽ വാട്ടർ സോണുകളിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ് എന്നുള്ളതാണ് അമേരിക്ക സൂചിപ്പിക്കുന്നത്. കാരണം അമേരിക്ക ഇപ്പം ഓയിൽ സെല്ലിങ്ങിൽ നമ്പർ 1 ആണ്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ മോണിറ്റർ ചെയ്യും. തികച്ചും ഏത് ഇന്റർനാഷണൽ വാട്ടർ സോണിലും അമേരിക്ക കയറി ഇതിനെ റാഞ്ചി കൊണ്ടുപോവുകയും ചെയ്യും. ഇതിനെ മറച്ചു വിറ്റ് ലീഗലൈസ് ചെയ്യാനും അവർക്കറിയാം. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ഷാഡോ ഫ്ലീറ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.